ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏലിയാ സ്ലീവ മൂശക്കാലം 6-ാം ഞായറാഴ്ചയും മൂശക്കാലത്തിൻ്റെ 2-ാമത്തെ ഞായറാഴ്ചയുമായി ഇന്ന് തിരുസഭ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്ന 2 സംഭവങ്ങളിലേക്കാണ്. ഈ രണ്ട് സംഭവങ്ങളെയും സുവിശേഷകനായ ലൂക്ക ഇടകലർത്തിയാണ് അവതരിപ്പിക്കുന്നത്. ഒരു സംഭവം വിവരിച്ചു തുടങ്ങുന്നു. ആ സംഭവം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിനിടയ്ക്ക് വേറൊരു സംഭവം നടക്കുന്നു. തുടർന്ന് ആദ്യം വിവരിച്ചു തുടങ്ങിയ സംഭവം പൂർത്തിയാക്കുന്നു. ഇതൊരു പ്രത്യേക സാഹിത്യ ശൈലിയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായിലുമൊക്കെ നമ്മളിത് ആവർത്തിച്ച് കാണുന്നുമുണ്ട്. ഇതിന് സാൻഡ്വിച്ച് പ്രയോഗമെന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ അടപ്രയോഗം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു സംഭവത്തിൻ്റെ സാൻഡ്വിച്ചിൽ എങ്ങനെയാണല്ലോ 2 ബ്രെഡ് കഷ്ണങ്ങളുടെ മധ്യേ വേറൊരു ഭക്ഷണ പദാർത്ഥം വെക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ആരംഭിച്ച സംഭവത്തിൻ്റെ ബാക്കി 2ാമത്തെ സംഭവത്തിന് ശേഷമാണ് കാണുന്നത്. അതായത് ഒരു സംഭവം വിവരിക്കുന്നു, അതിന് മധ്യേ വേറൊരു സംഭവം വിവരിക്കുന്നു. ഇവിടെ ലൂക്ക വിവരിക്കുന്നത് ജായിറോസിൻ്റെ സിനഗോഗ അധികാരിയായിരുന്ന ജായിറോസിൻ്റെ മകളെ ഈശോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നതും ആ സംഭവം വിവരിക്കുന്നതിനിടയിൽ 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്ന സ്ത്രീക്ക് സൗഖ്യം നൽകുന്നതുമായ സംഭവങ്ങളാണ്. ഈ 2 സംഭവങ്ങളിലും അടിസ്ഥാന പ്രമേയം വിശ്വാസമാണ്, ഈശോയിലുള്ള വിശ്വാസമാണ്. നസറായനായ ഈശോ ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസമാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന രക്ഷകനാണ്, മിശിഹായാണ് എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഈ 2 അത്ഭുതങ്ങളുടെയും അടിസ്ഥാനമായി നിൽക്കുന്നത്. ഈ വിശ്വാസം ഈ 2 സംഭവങ്ങളെയും ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നു, ജായിറോസിനോട് പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ മകൾ ജീവിക്കും. 12 രക്തസ്രാവക്കാരിയോട് ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. അപ്പോൾ ഈ 2 സംഭവങ്ങളിലും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഈശോയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിലുള്ള ബന്ധമാണ് ഈ 2 സംഭവങ്ങളെ ഇങ്ങനെ ഇടകലർത്തി അവതരിപ്പിക്കുന്നതിന് സുവിശേഷകനെ പ്രേരിപ്പിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഗലീലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിലാണല്ലോ 8-ാം അധ്യായം നമ്മൾ കാണുന്നത്. 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തോടുകൂടിയാണല്ലോ ഓർസ്ലമിലേക്കുള്ള യാത്ര ഈശോ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ആദ്യകാല പ്രവർത്തനങ്ങൾക്കിടയിൽ യഹൂദ പ്രാർത്ഥനാലയത്തിൻ്റെ സിനഗോഗിൻ്റെ അധികാരിയായിരുന്ന ജായിറോസ് ഈശോയുടെ പക്കൽ വന്ന് കാൽക്കൽ വീണ് അവിടുത്തെ സഹായം തേടുകയാണ്. എൻ്റെ മകൾ മരിക്കാറായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് വന്ന് അങ്ങ് കൈവയ്ക്കണം, കൈവച്ചാൽ അവൾ സുഖം പ്രാപിക്കും. ആ അപേക്ഷയിൽ ആ സിനഗോഗ് അധികാരിയുടെ ആ അപേക്ഷിക്കുന്ന രീതിയിൽ തന്നെ അവൻ്റെ വിശ്വാസം പ്രകടമാണ്. ഈശോയുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിശ്വാസം ഏറ്റി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങ് വന്ന് കൈവച്ചാൽ മതി, എൻ്റെ മകൾ സുഖം പ്രാപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈശോ പറയുന്നു, ഈശോ ഉടൻ തന്നെ അയാളുടെ കൂടെ പുറപ്പെടുകയാണ് ജായിറോസിൻ്റെ ഭവനത്തിലേക്ക്. വഴിമധ്യയാണ് ജായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് ആൾക്കാർ വന്ന് പറയുകയാണ്, കുട്ടി മരിച്ചു, ഇനി എന്തിന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണം, വെറുതെ ഈശോയെ അവിടെ വരെ നടത്തണ്ട എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, വിഷമിക്കേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിൻ്റെ മകൾ ജീവിക്കും. ഈശോ അവിടെ ഭവനത്തിലെത്തുമ്പോൾ കുട്ടി മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടിരുന്നത് കൊണ്ട് വിലപിക്കുന്നവരെയും അതിനുള്ള മറ്റ് കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നവരെയും എല്ലാം കാണുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ വിലപിക്കേണ്ട, കുട്ടി മരിച്ചിട്ടില്ല. കുട്ടി മരിച്ചു കഴിഞ്ഞുവെന്ന് ഉറപ്പ് വന്നിരുന്നത് കൊണ്ട് ഇവർ ഈശോയെ പരിഹസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ മർത്തായോട്, ലാസറിൻ്റെ മരണാവസ്ഥയിൽ സഹോദരിയായ മർത്തായോട് ഈശോ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സത്യം, ഈശോയാണ് പുനരുത്ഥാനവും ജീവനും. നിത്യം ജീവിക്കുന്നവനായി അവിടുന്ന്, മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് അവിടുന്ന് ജീവൻ നൽകുന്നവനാണ്. അവിടുത്തെ ദൈവിക ജീവനിൽ, നിത്യമായ ജീവനിൽ നമ്മെ പങ്കുചേർക്കുന്നവനാണ് എന്നുള്ള സത്യം അവിടുന്ന് വെളിവാക്കുന്ന ഒരു സംഭവമാണ് ജായിറോസിൻ്റെ ഈ മകളെ ഉയർപ്പിക്കുന്ന ഈ സംഭവം, ഈ രംഗം. അവിടെ ഈ ഉത്ഥാനത്തിലുള്ള വിശ്വാസം, അവിടുന്നാണ് ജീവനും പുനരുത്ഥാനവും ജീവനും എന്നുള്ള ആ സത്യം അവിടുന്ന്
ഇവരുടെ മുൻപിൽ അതിന് സാക്ഷികളാകുവാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും 3 ശിഷ്യന്മാരെയും ഈശോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ മിശിഹാ സംഭവങ്ങൾക്കെല്ലാം അടുത്ത സാക്ഷികളായിരുന്ന 12 സ്ലീഹന്മാർ ദൃക്സാക്ഷികളായിരുന്നു. എന്നാൽ ചില രംഗങ്ങളിൽ, ഉദാഹരണത്തിന് രൂപാന്തരീകരണ വേളയിൽ, ഈശോയുടെ പ്രാർത്ഥനാ വേളയിൽ, ഇപ്പോൾ ഇവിടെ ഈ ജായിറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോഴെല്ലാം പത്രോസിനെയും യോഹന്നാനെയും യാക്കൂബിനെയും ഈശോ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദിമസഭയിലും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ മുൻനിരയിൽ നിന്നിരുന്നവർ ഈ 3 സ്ലീഹന്മാരായിരുന്നല്ലോ താനും. അപ്പോൾ ആ ഒരു മിശിഹാ സംഭവങ്ങളുടെ ഏറ്റവും അടുത്ത ജീവിക്കുന്ന സാക്ഷികൾ എന്നുള്ള നിലയിൽ അവർക്ക് വലിയ പ്രാധാന്യം ആദ്യ സഭയും കൽപ്പിച്ച് നൽകിയിരുന്നു. ഈ വഴിക്ക് പോകുന്ന വഴിക്കാണ് 12 വർഷമായി രക്തസ്രാവം ബാധിച്ചിട്ട് തനിക്കുണ്ടായിരുന്ന മുഴുവനും ചെലവഴിച്ചിട്ടും വൈദ്യശാസ്ത്രത്തിനോ അതിൻ്റെ ചികിത്സാവിധികൾക്കോ ഒന്നും സൗഖ്യം നൽകുവാനോ അല്പം ശമനം വരുത്തുവാൻ പോലും സാധിക്കാതിരുന്ന, അതിൽ നിന്നൊരാശ്വാസവും ലഭിക്കാതിരുന്ന ഒരു സ്ത്രീ ഈശോയുടെ പക്കലെത്തി. അത് ഈശോയെ സമീപിക്കുവാനുള്ള സാധ്യതയില്ലായിരുന്നുണ്ട്, കാരണം നിയമം അനുവദിക്കുന്നില്ലായിരുന്നു. രക്തസ്രാവമുള്ള സ്ത്രീ അശുദ്ധിയായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അവൾ സ്പർശിച്ചാൽ ആര് സ്പർശിക്കപ്പെടുന്നുവോ അവൻ അശുദ്ധനാകും. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ വരേണ്ട, സമൂഹത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടേണ്ട, എന്നാൽ തനിക്ക് രക്ഷ കിട്ടുകയും ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി ജനക്കൂട്ടത്തിനിടയിലൂടെ ആരും അറിയാതെ ഇവൾ വന്ന് പിറകിലൂടെ വന്ന് വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. ഇതേക്കുറിച്ച് പൗരസ്ത്യ സഭാപിതാവായ അപ്രയം പറയുന്നത്, ഈ ജായിറസിനോട് പറയുന്നത് ഇവൾ കേട്ടിരിക്കണം, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നിന്റെ മകൾ ജീവിക്കുമെന്ന് പറഞ്ഞത് കേട്ട ഈ സ്ത്രീയിലാണ് വിശ്വാസം ഉജ്ജ്വലിക്കുന്നത്. ഈ 12 വയസ്സുള്ള ഈ പെൺകുട്ടിയെ അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും വിശ്വാസമുണ്ട് എങ്കിൽ അവൾക്ക് ജീവൻ ലഭിക്കും, അവൾക്ക് അവളുടെ അവയവങ്ങൾക്കെല്ലാം പുനർജീവൻ ലഭിക്കുമെന്നുള്ള അവിടുത്തെ ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്നുള്ള ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അത് കേട്ടിട്ടാണ് ഇവൾ പറയുന്നത്, ആ വിശ്വാസം ഇവളും പ്രകടിപ്പിക്കുന്നതെന്ന് അപ്രയം പിതാവ് പറയും. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ജീവൻ നൽകുവാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമുള്ള ഈ അസുഖത്തിന് നിശ്ചയമായും അവിടത്തേക്ക് പരിഹാരമുണ്ട്, അവിടത്തേക്ക് സൗഖ്യം നൽകുവാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവൾ വന്ന് അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊടുന്നത് എന്നാണ് അപ്രയം പിതാവ് പറയുന്നത്. അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയും, ഈശോയുടെ ആ ദൈവത്വം പ്രഘോഷിക്കുന്നതിനുള്ളൊരു അവസരമായിട്ടാണ് അവളിത്. യഥാർത്ഥത്തിൽ അവിടുന്ന് ദൈവമാണ്, രക്ഷകനായ മിശിഹായാണ്, സൗഖ്യം നൽകുവാൻ സാധിക്കുന്നവനാണ്. ഭൗതിക ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ചികിത്സാവിധികളും എല്ലാം പരാജയപ്പെടുന്നിടത്ത് അതിനെ എല്ലാം കവച്ചു വയ്ക്കുന്ന ഒരു വലിയ വിജ്ഞാനവും ശക്തിയും അവിടത്തേക്ക് ഉണ്ട് എന്നുള്ളത് പ്രഘോഷിക്കുകയായിരുന്നു അവൾ ചെയ്തിരുന്നതെന്ന് വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ദൈവപുത്രനായ ഈശോ അവളുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം എടുത്തു കാണിക്കുകയുമാണ്. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്നും ദൈവികമായി തിരിച്ചറിയുന്ന ഈശോ അത് സമൂഹത്തിന് മുൻപിൽ, ജനക്കൂട്ടത്തിന് മുൻപിൽ പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് ചോദിക്കുകയാണ്. അവളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് അവളുടെ വിശ്വാസം ഈ സമൂഹത്തിന് മുൻപിൽ എടുത്തു കാണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അവൾക്കുണ്ടായ പരിഭ്രാന്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവൾ ആ വലിയ വിറയലോടുകൂടി കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ എന്താണ് പറയുന്നത്? നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ വിശ്വാസം വലുതാണ്, സമാധാനത്തോടെ പോവുക. അപ്രയം പിതാവ് തന്നെ പറയുന്നത്, ഈ സമാധാനത്തോടെ പോവുക എന്നുള്ള ആ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ മിശിഹ അവൾക്ക് നൽകുന്ന ക്രൗൺ ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ കിരീടമാണ് ഈ സമാധാനത്തിൻ്റെ ആശംസ എന്നാണ് അപ്രയം പിതാവ് ഈ ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത്. സമാധാനത്തോടെ പോവുക എന്ന് പറയുമ്പോൾ ആ ഒരു വലിയ മിശിഹായിലുള്ള രക്ഷയെയാണ് സൂചിപ്പിക്കുന്നത്. അവിടുന്ന് സമാധാനത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന റൂഹായെ നൽകുകയാണ് ചെയ്യുന്നത് എന്നെല്ലാം സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവൻ്റെ ഉറവിടം ദൈവമാണ്, ജീവൻ നൽകുന്നവൻ, ജീവിപ്പിക്കുന്നവൻ അവിടുന്നാണ്. അത് ഭാഗികമായിട്ടുള്ള ശരീരത്തിൻ്റെ രോഗം സുഖപ്പെടുത്തി ജീവൻ നൽകുന്നതാണെങ്കിലും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും അത് ദൈവം തന്നെയാണ്, ദൈവപുത്രനായ മിശിഹായാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 2 സംഭവങ്ങളും. പഴയ നിയമ വായനകൾ ഈ ഒരു സത്യം തന്നെ, വിശ്വാസത്തിൻ്റെ ആവശ്യകത, വിശ്വാസം അത്ഭുതം പ്രവർത്തിക്കുന്നതാണല്ലോ സുവിശേഷ രംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഈശോയിലുള്ള വിശ്വാസമാണ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതെങ്കിൽ ഈശോയുടെ പിതാവായ തൃത്വത്തിൻ്റെ തന്നെ അനാദി മുതലേ ദൈവതൃത്വത്തിലായിരുന്നല്ലോ, പിതാവിനോടുകൂടി ആയിരുന്നല്ലോ വചനമായ മനുഷ്യനായി അവതരിച്ച ഈശോ.
അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആലാഹയുടെ കൽപ്പനകൾ പാലിച്ച് ചട്ടങ്ങൾ അനുസരിച്ച് അവിടുത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ജീവനുണ്ട് എന്നുള്ള കാര്യം മൂശയുടെ കാലം മുതൽ തന്നെ ദൈവം പഠിപ്പിച്ചിരുന്നതാണ്. അതാണല്ലോ നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒരു 2 വഴികളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് കർത്താവിൻ്റെ പ്രമാണങ്ങളുടെ വഴി നടന്നാൽ അനുഗ്രഹമാണ്, ജീവനാണ് എന്നുള്ള കാര്യവും, പ്രമാണങ്ങൾ പാലിക്കാതെ അവിശ്വസ്തരായി ജീവിച്ചാൽ ശാപമാണ്, ശിക്ഷയാണ് വരുന്നത് എന്ന കാര്യവും എന്നും ഇസ്രായേൽ ജനത്തെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടി 2 മലകൾ തിരഞ്ഞെടുക്കണം, അവിടെ ഈ അനുഗ്രഹങ്ങളും ശാപവും പ്രതിഷ്ഠിക്കണമെന്ന് പറയുന്ന രംഗമാണ് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗെരിറ്റ്സീം മലയിൽ, അത് സമറിയയിലാണ് ഈ മല, സമറിയ പ്രദേശത്തുള്ളതാണ്. അപ്പോൾ ഈ ഗെരിറ്റ്സീം മലയിൽ അനുഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കണമെന്നും യബാൽ മലയിൽ ശാപം പ്രതിഷ്ഠിക്കണമെന്നും പറയുമ്പോൾ ഈ 2 വഴികൾ അനുസരിച്ചാലുള്ള ദൈവത്തിൻ്റെ ജീവനിലേക്കുള്ള പങ്കുചേരലിനുള്ള വഴിയും അനുസരിക്കാതിരുന്നാൽ വരുന്ന ശിക്ഷയെക്കുറിച്ചുള്ള സൂചനയും ജനത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത് സ്ഥാപിക്കണമെന്ന് മോശെ നിർദ്ദേശിക്കുന്നതാണ് നമ്മൾ നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടുള്ള ഈ വിശ്വാസം, ഈ ഒരു അനുസരണം, അത് അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനമായിരിക്കണമെന്നും മൂശയിലൂടെ ദൈവം അറിയിക്കുന്നുണ്ട്. ഏശയ്യാ നിവിയ 41-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിലും സർവാധിപനായ ദൈവം ആലാഹ അവിടുന്ന് നയിക്കുന്ന, അവിടുന്ന് നൽകാൻ പോകുന്ന ആ ഒരു സാർവത്രികമായ രക്ഷയെക്കുറിച്ചുള്ള, ആ വിമോചനത്തെക്കുറിച്ചുള്ള, ആസന്നമായിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള സൂചനയാണല്ലോ ഏശയ്യാ നിവിയ നൽകുന്നത്. വിഗ്രഹാരാധനയിൽ നിന്ന്, അതായത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ വ്യതിചലിക്കുന്നതാണല്ലോ വിഗ്രഹാരാധന, അതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ നിഷ്പ്രയോജനത്വത്തെയും എല്ലാം കുറിച്ച് ഏശയ്യാ നിവിയ പറയുന്നുണ്ട്. ഏശയ്യായ്ക്കും പറയാനുള്ളത് ഭയപ്പെടേണ്ട, സഹായത്തിനായിട്ട് കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ്. അതായിരുന്നു ജായിറോസിനോട് ഈശോ പറഞ്ഞത്, അതുതന്നെയായിരുന്നു രക്തസ്രാവക്കാരിക്ക് ഈശോ വ്യക്തമാക്കി കൊടുത്തതും. ഭയപ്പെടേണ്ട, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് വിശ്വസിക്കുക, രക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 5-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഗെരിറ്റ്സി മലയുടെയും എബാൽ മലയുടെയും സമാന്തരമായിട്ട് പൗലോസ്ലീഹ ഇവിടെ അരൂപിയുടെയും ജഡത്തിൻ്റെയും പ്രവർത്തനങ്ങളെയാണ് സ്ഥാപിക്കുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം, നന്മയും തിന്മയും തമ്മിലുള്ള, അനുസരണവും അനുസരണമില്ലായ്മയും തമ്മിലുള്ള, അനുസരണക്കേടും തമ്മിലുള്ള ആ വ്യത്യാസം, അതുവഴി ഉണ്ടാകുന്ന അനുഗ്രഹവും ജീവനും ഇവിടെ മരണവും ശിക്ഷയും, അത് തമ്മിലുള്ള ആ ഒരു താരതമ്യമാണ് ഗലാത്യ ലേഖനത്തിലെ ഗലാത്യയിലെ വിശ്വാസികളോട് എഴുതുമ്പോൾ പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത്. അരൂപിയുടെ വഴിയെ നടക്കുന്നെങ്കിൽ, അരൂപിയിൽ ചരിക്കുന്നുവെങ്കിൽ അരൂപിയുടെ ഫലങ്ങൾ നമുക്കുണ്ടാകും. അതെന്തെല്ലാമാണ്? സ്നേഹമാണ്, ആനന്ദമാണ്, സമാധാനമാണ്, ക്ഷമയാണ്, ദയയാണ്, നന്മയാണ്, വിശ്വസ്തതയാണ്, സൗമ്യതയാണ്, ആത്മസംയമനമാണ് എന്ന് പറയുമ്പോൾ മിശിഹ നൽകിയതും ഈ രക്തസ്രാവക്കാരിക്ക് നൽകിയ ആ ക്രൗൺ ഓഫ് വിക്ടറി, അത് സമാധാനമായിരുന്നു എന്ന് അപ്രയം പിതാവ് പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ റൂഹാദ് കുരിശായുടെ ദാനമായ ഈ ഫലങ്ങൾ നമുക്ക് നമ്മിൽ പ്രകടമാകുന്നത് കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോഴാണ്, അവിടുത്തോട് വിശ്വസ്തരായിരിക്കുമ്പോഴാണ്, അവിടുത്തെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. മറിച്ച് നമ്മൾ അരൂപിയാൽ നയിക്കപ്പെടുന്നില്ല എങ്കിൽ, റൂഹായിലല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, ജഡത്തിൻ്റെ പ്രവണതകൾക്ക് നമ്മൾ വിധേയരായി പോകാം. അവിടെ വിദ്വേഷമാകും, വെറുപ്പാകും, ശത്രുതയും, അധാർമികതയും, വിഗ്രഹാരാധനയും, അശുദ്ധിയും, അസൂയയും, ദൈവഹിതത്തിനെതിരായ പ്രവർത്തനങ്ങളെല്ലാം, അത് കോപമാകാം, മാത്സര്യമാകാം എന്നെല്ലാം പൗലോസ്ലീഹ പറയുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഗെരിറ്റ്സീം മലയിലുള്ള അനുഗ്രഹത്തിൻ്റെ സ്ഥാനത്താണ് റൂഹായുടെ ഫലങ്ങളായ സ്നേഹവും സമാധാനവും ആനന്ദവും രക്ഷയും ആത്മസംയമനവും എല്ലാം നമ്മൾ കാണുന്നത്. ഇവിടെ യബാൽ മലയുടെ സ്ഥാനത്താണ് ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തിന്മ പ്രവൃത്തികളെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്, ഈ 2 വഴികൾ വയ്ക്കുന്നത് വിശ്വസിക്കുന്നവർ തിരഞ്ഞെടുക്കേണ്ടത് ജീവൻ്റെ വഴിയാണ്, രക്ഷയുടെ വഴിയാണ് എന്ന് കാണിക്കാനാണ്, റൂഹായാൽ നയിക്കപ്പെടണമെന്ന് കാണിക്കാനാണ്. റൂഹായാൽ നയിക്കപ്പെടുന്നവർക്കാണ് ജീവൻ്റെ രക്ഷ, അവിടുന്ന് നൽകുന്ന സമാധാനം ലഭിക്കുന്നത് എന്നും വ്യക്തമാക്കുകയാണ്. മിശിഹ നൽകുന്ന രക്ഷയ്ക്ക് പാത്രീഭൂതരായിരിക്കുന്ന, അതിന് അർഹരാക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഈ റൂഹായിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മിൽ വസിക്കുന്ന, മാമോദീസായിൽ നമ്മിൽ വന്നു വസിക്കുവാൻ ആരംഭിച്ചിരിക്കുന്ന ഈ റൂഹാദ് കുരിശായാൽ നമുക്ക് നയിക്കപ്പെടാം. അവിടെ നിന്നുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ എന്ന് യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.